നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഓ, മാണിക്യമ്മകൾത്തിന്റെ മാനം കളഞ്ഞു. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ, അന്ന് ആ 10 ലക്ഷം രൂപ ഇവര് മോഷ്ടിച്ചത് അബദ്ധം കൊണ്ടൊന്നും അല്ലാന്ന്, മാനപൂർവ്വം തന്നെയാന്ന്. ആർക്കറിയാം ഇനി ഇതുപോലെ എന്തൊക്കെ മോഷണം പോയിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞ ചന്ദ്രേട്ടനെ അല്ല, ഇവരെ പിടിച്ച് ആദ്യം അകത്തിടേണ്ടത്. അജയം മതി, നിർത്ത്. ഞാൻ നിർത്തിയത് കൊണ്ട് കാര്യമുണ്ടോ? ഇനിയിപ്പോ നാട്ടുകാർ പറഞ്ഞു തുടങ്ങും, പെരുങ്കള്ളിയുടെ ഭർത്താവ് പെരുങ്കള്ളൻ. ഓ, എന്തൊരു കുന്തളിപ്പായിരുന്നു. ഇപ്പൊ തീർന്നല്ല. ഇത് നിങ്ങളുടെ അഹങ്കാരത്തിന് ദൈവം തന്ന ശിക്ഷയാ. ഇല്ലെങ്കിൽ ദൈവത്തെ തന്നെ മോഷ്ടിക്കാൻ അങ്ങക്ക് മനസ്സ് തോന്നോ? ഓ, ധൈര്യം സമ്മതിക്കണേ. എന്നിട്ട് ആ മോഷണം മുതൽ ഭാര്യ എടുത്ത് പൂജാമുറി വെച്ച് വിളക്ക് കത്തിക്കുന്നു. നേരെ ഇരുട്ടുമ്പോ അച്ചിയും നായരും കൂടി ആരും കാണാതെ വെളിയിൽ കൊണ്ടുപോയി വിൽക്കാനുള്ള പരിപാടിയായിരുന്നു. ദൈവം ആരാ മോൻ? ചൂണ്ടയിട്ട് നിങ്ങളെ ചുമ കൊതിപ്പിച്ചതല്ലേ. ദൈവത്തെ വെക്കാൻ ദൈവം സമ്മതിക്കോ? അല്ലെങ്കിൽ തന്നെ ദൈവത്തെ മോഷിച്ച് ഏതെങ്കിലും ഒരുത്തന് ഇന്നേ വരെ രക്ഷപ്പെട്ട ചരിത്രമുണ്ടോ? ഓഹോ, എന്നാലും ഭയങ്കര നാണക്കേടായി. എന്നാലും എന്റെ പെണ്ണുമ്പിള്ളെ, പ്രതാപിയായ മാണിക്യമംഗൽ വിശ്വനാഥന്റെ അനിയനെ നിങ്ങൾ കായങ്ങളും കൊച്ചുണ്ണിയാക്കി മാറ്റിക്കളഞ്ഞല്ലോ. സമ്മതിച്ചേ ഞാൻ. ഇതാ പറയുന്നത്, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ ശരിയല്ലെങ്കിൽ ആണുങ്ങളുടെ കാര്യം പോക്കാന്ന്. പണ്ട് ചെമ്മി സിനിമയെ കണ്ടിട്ടില്ലേ? അരയത്തി പെരച്ചു പോയപ്പോ കണവനെ കടലെടുത്തത്. നിർത്തടാ. ഇനി നീ നാവ് വിളച്ച് ഇവിടെ എന്തേലും പറഞ്ഞ ആ നാവ് ഞാൻ വലിച്ചു പുറത്തിടും. ഈ പറഞ്ഞ കള്ളൻ ചന്ദ്രൻ നിന്റെ ആരാടാ? സ്വന്തം കൂടപ്പിറപ്പല്ലേ? ഇനി അഥവാ അവൻ അങ്ങനെ ഒരു അബദ്ധം പറ്റിയാൽ തന്നെ കൂടെ നിന്ന് സഹായിക്കേണ്ടവനല്ലേ നീ? സഹായിച്ചില്ലെങ്കിലും തള്ളി പറയാൻ നാണം ഇല്ലടാ നിനക്ക്. ഒരു അവസരം കിട്ടിയപ്പോ നീ മുതലാക്കല്ലേ? നിനക്ക് ഇവളോട് ശത്രുതയുണ്ടെന്ന് വെച്ച് എന്തും വിളിച്ചു പറയാനാണോ? വിളിച്ചു പറയുക മാത്രമല്ല, ചെയ്ത് കാണിക്കാൻ കൂടിയാ തീരുമാനം. പിന്നെ ഏട്ടത്തി പറഞ്ഞത് ശരിയാ. ഇങ്ങനൊരു അവസരം ഞാൻ നോക്കിയിരിക്കായിരുന്നു. ഇവരൊന്ന് താഴെ ഇറങ്ങി കിട്ടാൻ, ചവിട്ടി അരച്ച് പപ്പടമാക്കാൻ. ദൈവം ഉണ്ട് ഏട്ടത്തി, ദൈവം ഉണ്ട്. എനിക്കിപ്പോ അത് ബോധ്യമായി. കരയില്ലേ മോളെ? മോളെ നന്ദിതേ, ഹലോ, അജയ് ഘോഷ് എവിടെയുണ്ട്? ഞാൻ വീട്ടിലെ നോക്കില്ലേ. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തണം. എന്താ പ്രശ്നം? ഇയാളുടെ ഏട്ടൻ ചന്ദ്രദാസിനെ നമുക്ക് പുറത്തിറക്കണം. അല്ല, വക്കീൽ എത്ര പെട്ടെന്ന് അങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു. അതല്ല ഇവിടെ പ്രശ്നം. നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷിക്കണം. വക്കീല് വേറെ എന്നോട് എന്ത് വേണം പറഞ്ഞു, ഞാൻ അനുസരിക്കാം. പക്ഷെ ദയവ് ഇത് മാത്രം എന്നോട് പറയരുത്.
എന്റെ അജയഘോഷേ, ഇയാൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യം ഞാൻ പറയൂ? ഇപ്പൊ പറഞ്ഞില്ലേ, എന്റെ വക്കീലെ ചന്ദ്രേട്ടൻ എന്റെ സഹോദരനാണെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോ എന്റെ പരമശത്രുവാണ്. അയാളുടെ പെണ്ണുമ്പോൾ ആ കള്ളി നന്ദിതയുണ്ടല്ലോ, അവളുടെ വാക്കും കേട്ടോണ്ട് അയാളിപ്പോ എന്നോട് നേരെ ചൊവ്വൊന്നും മിണ്ടുക കൂടിയില്ല. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ അയാളെ സഹായിക്കുന്നത്? അജയഘോഷ് പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ ഇവിടെ വേണം നമ്മുടെ ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കാൻ. ഇപ്പൊ ഈ നിസ്സഹായ അവസ്ഥയിൽ ചന്ദ്രദാസിനെ നമ്മളെ സഹായിച്ച അയാൾ പിന്നെ ഒരിക്കലും നമ്മളെ മറക്കില്ല, നമ്മുടെ കൂടെ നിൽക്കും. ഈ പറഞ്ഞ അയാളുടെ ഭാര്യയില്ലേ, അവളെപ്പോലും നമുക്ക് വേണ്ടി തള്ളി പറയും. അതല്ലേ അജയഘോഷേ ഇപ്പൊ നമുക്ക് വേണ്ടത്? ചന്ദ്രദാസിനെ കയ്യിലെടുക്കാൻ ദൈവമായിട്ട് നമുക്ക് കൊണ്ടുതന്ന അവസരമാണ്. നമ്മളെന്തിനാ അത് വേണ്ടെന്ന് വെക്കുന്നേ? എന്നാലും വക്കീലെ, ശത്രുവിനെ തോൽപ്പിക്കാൻ നമുക്ക് കിട്ടിയൊരു അവസരം നമ്മൾ കൊണ്ട് വെറുതെ കളയണോ? അജയഘോഷിന്റെ ശത്രു ആരാ? ആ നന്ദിതയല്ലേ? ചന്ദ്രദാസ് അല്ലല്ലോ. അല്ല. അപ്പൊ തോൽപ്പിക്കേണ്ടത് ആരെയാ? നന്ദിതയെ. അതിന് ഏറ്റവും എളുപ്പ വഴി അവളുടെ ഭർത്താവിനെ കൂടെ നിർത്തുക എന്നുള്ളതല്ലേ? ഇപ്പൊ നമ്മൾ അയാളെ സഹായിച്ച അയാൾ നമ്മുടെ അടിമയാ. പിന്നെ നമ്മൾ പറയുന്നത് എന്തും അയാൾ കേൾക്കും. ഈ പറയുന്ന നന്ദിതയെ കൊല്ലാൻ പറഞ്ഞാൽ പോലും അയാൾ അനുസരിക്കും. നമുക്ക് വേണ്ടത് അതല്ലേ അജയഘോഷേ? കാറ്റുള്ളപ്പോ തൂറ്റാൻ പഠിക്കണം, ഒഴുക്കുള്ളപ്പോ ബണ്ട് കെട്ടാനും. ബുദ്ധിയുള്ള മനുഷ്യൻ അങ്ങനെയാ ചിന്തിക്കേണ്ടേ. അജയഘോഷ് പെട്ടെന്ന് പുറപ്പെടാൻ നോക്ക്. ഞാൻ ദേ ഇറങ്ങി. ഒരു 10 മിനിറ്റിനകം സ്റ്റേഷനിലെത്തും. അപ്പോഴേക്കും അജയഘോഷ് അവിടെ എത്തണം. കിട്ടിയ അവസരം പാഴാക്കി കളയരുത്. അജയഘോഷിന്റെ നന്മ മാത്ര എന്റെ ലക്ഷ്യം. ശരി വക്കീലെ, ഞാൻ എത്താം. അജയേട്ടാ, എങ്ങോട്ടാ അജയേട്ടാ? അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോണം. എവിടെ? എല്ലാം നിന്നോട് പറഞ്ഞ നിർബന്ധമുണ്ടോ? എവിടെയാ? എന്നാ? ഏതാ? എങ്ങോട്ടാ? അമേരിക്കയ്ക്ക്. എങ്ങോട്ടാടി തിടുക്കത്തിൽ ഭർത്താവിനെ പറഞ്ഞയച്ചത്? ചന്ദ്രേട്ടൻ ഇനി പുറം ലോകം കാണാതിരിക്കാൻ വല്ല പദ്ധതി ഒരുക്കി വിട്ടതാവും അല്ലേ? നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോയേ. അതേടി, ഞാൻ എന്റെ പാട് നോക്കാൻ തന്നെയാ പോകുന്നേ. എന്റെ ചന്ദ്രേട്ടൻ എന്തെങ്കിലും സംഭവിച്ച നിന്നെയൊന്നും ഞാൻ വച്ചേക്കില്ല. എനിക്കറിയാം ഈ സംഭവിച്ചതിനൊക്കെ പിന്നില് നീയും നിന്റെ ഭർത്താവുമാണെന്ന്. ഈ മോഷണം ആസൂത്രണം ചെയ്ത് അങ്ങനെ പ്രതിയാക്കിയ നിങ്ങളല്ലേ? അതെ, ഞങ്ങളാ.